ഹായ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഗെയിൻ നോളജ് മിഷൻ്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസവും കണ്ടുവരികയാണ്. നമ്മൾ കറണ്ട് അഫയേഴ്സ് ഡിസംബർ 23 വരെ നമ്മൾ കണ്ടു അല്ലേ. ഇനി ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസംബർ 24 മുതൽ 26 വരെയുള്ള 3 ദിവസത്തെ കറണ്ട് അഫയേഴ്സുകളാണ്. ഓക്കെ, കുറച്ച് തിരക്കുകൾ കാരണം കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല, അല്പം ലേറ്റായിപ്പോയി. ഓക്കെ, എന്നിരുന്നാലും നമുക്ക് ഓരോ പോയിൻ്റായിട്ട് നോക്കാം. എപ്പോഴും പറയാറുള്ള പോലെ കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസത്തെയും കൃത്യമായി ഡേറ്റ് ഇടണമെന്നില്ല, അല്ലാതെ നോട്ട് ചെയ്ത് പോകും. ചില കാര്യങ്ങൾ മാത്രമേ ഡേറ്റ് ഓർത്ത് വെക്കേണ്ടതായിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എന്നിരുന്നാലും ഓരോ പോയിൻ്റായിട്ട് നോട്ട് ചെയ്തോളാം. നമ്മുടെ ഇതുവരെയുള്ള കറണ്ട് അഫയേഴ്സുകൾ നമ്മുടെ കറണ്ട് അഫയേഴ്സ് 2024 എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നവംബർ ഡിസംബർ മാസങ്ങളിലെ കറണ്ട് അഫയേഴ്സാണ് വരിക. ഇനിയിപ്പോൾ 2025 ജനുവരി മുതലുള്ളത് പ്രത്യേകം ഒരു പ്ലേലിസ്റ്റിലേക്ക് മാറ്റും. പിന്നെ കൂടാതെ ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള കറണ്ട് അഫയേഴ്സുകളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകം ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു തയ്യാറെടുപ്പെന്ന് പറയുന്നത് 2025-26 നടക്കാൻ പോകുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വരിക. കറണ്ട് അഫയേഴ്സിൽ 1 മാർക്ക് പോലും ഇത് കാണുന്ന ഒരു ഉദ്യോഗാർത്ഥിക്കും നഷ്ടപ്പെടരുത് എന്നൊരാഗ്രഹത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത്. തീർച്ചയായും ഫോളോ ചെയ്യുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഉപകാരപ്പെട്ടിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മുടെ ഇന്ന് നോക്കാൻ പോകുന്നത് ഡിസംബർ 24 മുതൽ 26 വരെയുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സുകളാണ്. ആദ്യം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് നോക്കാം. ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ ദിനം. ദേശീയ ഉപഭോക്തൃ ദിനം എന്നാണ് ഡിസംബർ 24. ദേശീയ ഉപഭോക്തൃ ദിനം എന്ന് പറയുന്നത് ഡിസംബർ 24. ഡിസംബർ 24. ഇത്തവണ ദേശീയ ഉപഭോക്തൃ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 ആപ്പുകൾ പുറത്തിറക്കുകയുണ്ടായി. ഒന്ന്, സുരക്ഷിതമല്ലാത്ത URL കുറിച്ചൊക്കെ ഉപഭോക്താവിന് മുന്നറിയിപ്പ് നൽകാനായിട്ട് ജാഗോ ഗ്രാഹക് ജാഗോ എന്ന് പറയുന്ന ഒരു ആപ്പും, ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ജാഗൃതി എന്ന് പറയുന്ന ഒരു ആപ്പും ഇത്തവണ പുറത്തിറക്കുകയുണ്ടായി. കേന്ദ്ര ഉപഭോക്തൃകാര്യമന്ത്രി ആരാണ്? നമ്മൾ മുന്നത്തെ കറണ്ട് അഫയേഴ്സിൽ കണ്ടിട്ടുള്ളതാണ്, പ്രഹ്ലാദ് ജോഷി. അദ്ദേഹം ഈ 2 ആപ്പുകളും ഈ ഉപഭോക്തൃ ദിനവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ ആപ്പുകൾ? ജാഗോ ഗ്രാഹക് ജാഗോ ആപ്പും ജാഗൃതി ആപ്പും. ഓക്കെ, മിക്കവാറും ഇനി വരുന്ന പരീക്ഷകളിൽ വരാവുന്ന ഒരു പോയിന്റാണ്. അപ്പോൾ ദേശീയ ഉപഭോക്തൃ ദിനം എന്ന് പറയുന്നത് ഡിസംബർ 24. കാരണം നമുക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഒക്കെ നമുക്ക് സിലബസിൽ സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്ന ഭാഗത്തിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അതുമായി കണക്ട് ചെയ്ത് വരുന്ന ഒരു കറണ്ട് അഫയേഴ്സ് എന്ന രീതിയിൽ ചോദിക്കാവുന്ന ഒന്നാണ് ജാഗോ ഗ്രാഹക് ജാഗോ ആപ്പും ജാഗൃതി ആപ്പും. അപ്പോൾ ജാഗോ ഗ്രാഹക് ജാഗോ ആപ്പ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സുരക്ഷിതമല്ലാത്ത URL കുറിച്ചൊക്കെ ഉപഭോക്താവിന് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയിട്ടുള്ളതാണ്. ജാഗൃതി ആപ്പ് എന്ന് പറയുന്നത് ഉപഭോക്താക്കളുടെ അവകാശങ്ങളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറക്കിയ ഒരെണ്ണമാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പ്രധാന പോയിന്റ് നോക്കാം. നമ്മുടെ കേരള ഗവർണർ മാറ്റം വന്നിട്ടുണ്ട്. നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാന് പകരം ആര് വന്നിട്ടുണ്ട്? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. പുതിയ കേരള ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. കേരളത്തിലെ പുതിയ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഓക്കെ, അടുത്തൊരു പോയിന്റ് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ നദീതട സംയോജന പദ്ധതി കെൻ ബെത്വ പദ്ധതി. ഇന്ത്യയിലെ ആദ്യത്തെ നദീതട സംയോജന പദ്ധതിയാണ് കെൻ ബെത്വ പദ്ധതി. ഇതിൻ്റെ പ്രധാന ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ഉത്തർപ്രദേശും മധ്യപ്രദേശുമാണ്. മധ്യപ്രദേശിലെ കെൻ നദിയും ഉത്തർപ്രദേശിലെ ബെത്വ നദിയും കൂടെ ബന്ധിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ കെൻ ബെത്വ പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ നദീതട സംയോജന പദ്ധതിയാണേത്? കെൻ ബെത്വ പദ്ധതി. ഇനി നമ്മൾ നേരത്തെ കറണ്ട് അഫയേഴ്സ് കണ്ടൊരു കാര്യമാണ്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബില്ലുകൾ നമ്മുടെ ലോക്സഭയിൽ അവതരിപ്പിച്ചു എന്ന് പറഞ്ഞു അല്ലേ. അതിനെ വിശദമായി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സംയുക്ത പാർലമെൻ്ററി സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ആ സമിതിയുടെ യോഗം ഈ ജനുവരി ആദ്യ വീക്കിൽ നടക്കും എന്നാണ് അറിഞ്ഞത്. അപ്പോൾ ആ ഒരു സമിതിയിൽ, അതായത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബില്ലുകൾ വിശദമായി പഠിക്കാൻ രൂപീകരിച്ച സംയുക്ത പാർലമെൻ്ററി സമിതിയിൽ 39 അംഗങ്ങളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ 39 അംഗങ്ങളിൽ ലോകസഭയിൽ നിന്ന് 27 അംഗങ്ങളും രാജ്യസഭയിൽ നിന്ന് 12 അംഗങ്ങളെയുമാണ് അതിനകത്തേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ,
അപ്പോൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്തോളാം, കാരണം ഈ ഒരു ബില്ലുമായി ബന്ധപ്പെട്ട് ഏത് ഭാഗം വേണമെങ്കിലും നമ്മുടെ കറണ്ട് അഫയേഴ്സുകളിൽ ചോദിക്കാം. അപ്പോൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബില്ലുകൾ വിശദമായി പഠിക്കാൻ രൂപീകരിച്ച സംയുക്ത പാർലമെന്ററി സമിതിയിൽ 39 അംഗങ്ങളുണ്ട്. അതിൽ 27 പേര് ലോക്സഭയിൽ നിന്നും 12 പേര് എവിടെ നിന്നാണ്, രാജ്യസഭയിൽ നിന്നുമാണ് ആ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കാം. എപ്പോഴെങ്കിലും ഒരു പ്രസ്താവനയിൽ ചിലപ്പോൾ ചോദിക്കാം, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബില്ലുകൾ വിശദമായി പഠിക്കാൻ രൂപീകരിച്ച സംയുക്ത പാർലമെന്റ് സമിതിയിൽ രാജ്യസഭയിൽ നിന്ന് 12 അംഗങ്ങളുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ്താവന തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് തെറ്റാൻ പാടില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് ആ പോയിന്റ് നോട്ട് ചെയ്തോളാം. അതുപോലെ നമ്മുടെ അടുത്തിടെ ഉണ്ടായ വലിയൊരു വിയോഗം ആരുടെയാണ്, MD വാസുദേവൻ നായർ അല്ലേ, നമ്മുടെ പ്രശസ്ത എഴുത്തുകാരനായ MD വിട പറഞ്ഞു ഡിസംബർ 25-ന്. 2024 ഡിസംബർ 25-ന് നമ്മുടെ കഥാകൃത്ത് MD വിട പറഞ്ഞു. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തെ പറ്റി ഓർക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു പോയിന്റ്, അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ വർഷം നമ്മൾ മറക്കാൻ പാടില്ല. 1995-ൽ MDക്ക് എന്ത് കിട്ടി, ജ്ഞാനപീഠ പുരസ്കാരം കിട്ടി. മിക്കവാറും പരീക്ഷകളിൽ ജ്ഞാനപീഠം നേടിയ മലയാളികളെ പറ്റി ചോദ്യങ്ങൾ വരാറുള്ളതാണ്. ഓക്കെ, അപ്പോൾ MDക്ക് ജ്ഞാനപീഠം ലഭിച്ചതെന്നാണ് 1995-ലാണ്. അപ്പോൾ ആ പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ 2005-ൽ പത്മഭൂഷണും ലഭിക്കുകയുണ്ടായി. അപ്പോൾ MD വാസുദേവൻ നായർ 2024 ഡിസംബർ 25-ന് വിട പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിച്ചത് 1995-ലും പത്മഭൂഷൺ ലഭിച്ചത് 2005-ലുമാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളാം. പിന്നെ നമ്മുടെ LDC പാർട്ടിലാണെന്ന് തോന്നുന്നു ഒരു ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളികളെക്കുറിച്ചൊരു വീഡിയോ അത് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ആ മലയാളികളുടെ ലിസ്റ്റ് അതിനകത്തുണ്ട്. അപ്പോൾ ജസ്റ്റ് വേണമെങ്കിൽ അതൊന്ന് കയറി കണ്ടു നോക്കാം. കാരണം മലയാളികളെ പറ്റിയാണ് ഇപ്പോൾ മിക്കവാറും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. ഓക്കെ, അതുപോലെ അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്, കേരളത്തിൽ ആദ്യമായി ഒരു പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറി നിലവിൽ വന്നു. കേരളത്തിലെ ആദ്യത്തെ പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറി നിലവിൽ വന്നത് മലപ്പുറം ജില്ലയിലെ മൂർക്കനാടാണ്. കേരളത്തിലെ ആദ്യത്തെ പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറി നിലവിൽ വന്ന എവിടെയാണ്, മലപ്പുറം ജില്ലയിലെ മൂർക്കനാടാണ്. ഓക്കെ, അവിടെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുകയുണ്ടായി. ഒരു മിൽമ യൂണിറ്റും പിന്നെ ഒരു പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറിയും. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറി നിലവിൽ വന്ന എവിടെയാണ്, മലപ്പുറം ജില്ലയിലാണ്. അതുപോലെ US-ന്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപദേഷ്ടാവായിട്ട് ഒരു ഇന്ത്യൻ വംശജൻ നിയമിതനായിട്ടുണ്ട്, ശ്രീറാം കൃഷ്ണൻ. ഓക്കെ, ശ്രീറാം കൃഷ്ണനെ US-ന്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപദേഷ്ടാവായി നിയമിതനായി. ചിലപ്പോൾ ചോദിക്കാം, IT മേഖലയുമായി കണക്ട് ചെയ്തുകൊണ്ട് വരാൻ പറ്റിയ ഒരു പോയിൻ്റാണ്. US-ന്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ ആരാണ്, ശ്രീറാം കൃഷ്ണൻ. അതുപോലെ ഒരു രോഗത്തെ പറ്റിയിട്ടാണ് ഡിങ്ക രോഗം. 2024 ഡിസംബറിൽ ഡിങ്ക രോഗം റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് ഉഗാണ്ട. ആഫ്രിക്കൻ രാജ്യമായ ഉഗാണ്ടയിൽ ഡിങ്ക എന്ന് പറയുന്ന രോഗം റിപ്പോർട്ട് ചെയ്തു. നമ്മുടെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്നതിനകത്തൊക്കെ ഇതുപോലെ രോഗങ്ങൾ ഉടലെടുത്ത രാജ്യങ്ങളെയൊക്കെ പറ്റി അങ്ങനെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് അതുകൂടെ ഒന്ന് നോട്ട് ചെയ്തോളുക. 2024 ഡിസംബറിൽ ഡിങ്ക രോഗം റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്, ഉഗാണ്ട. ഓക്കെ, അപ്പോൾ ഈ ഒരു 8 പോയിൻ്റാണ് നമുക്ക് ഈ ദിവസങ്ങളിലെ കറണ്ട് അഫയേഴ്സായിട്ട് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച പോയിന്റുകൾ ഒന്നും കൂടെ നോക്കാം. ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ ദിനമായിട്ട് ആചരിച്ചു. പുതിയ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഇന്ത്യയിലെ ആദ്യത്തെ നദീതട സംയോജന പദ്ധതി എന്ന് പറയുന്നത് കെൻ ബെത്വ പദ്ധതി. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബില്ലുകൾ പഠിക്കാൻ സംയുക്ത പാർലമെന്ററി സമിതി നിയോഗിച്ചു. അതിൽ 39 അംഗങ്ങളിൽ 27 പേര് ലോക്സഭയിൽ നിന്നും 12 പേര് രാജ്യസഭയിൽ നിന്നും. MD വാസുദേവൻ നായർ 2024 ഡിസംബർ 25-ന് വിട പറഞ്ഞു. അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിച്ച വർഷം 1995. കേരളത്തിലെ ആദ്യത്തെ പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറി മലപ്പുറത്ത് നിലവിൽ വന്നു. US-ന്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപദേഷ്ടാവായിട്ട് ആര് നിയമിതനായി, ശ്രീറാം കൃഷ്ണൻ നിയമിതനായി. ഡിങ്ക രോഗം അടുത്തിടെ റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് ഉഗാണ്ട. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഇതിൽ നമുക്ക് നോക്കാനുള്ളത്. കൃത്യമായിട്ട് എഴുതി പഠിക്കുക. അതുപോലെ ഗെയിൻ നോളജ് മിഷൻ്റെ കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ റെഗുലർ ബാച്ചിൻ്റെയൊക്കെ അഡ്മിഷൻ ഏകദേശം ക്ലോസിംഗ് ആയി. ഇനി രാവിലെ 6 മണിക്കത്തെ ബാച്ചിൽ മാത്രം ഒരു 2-3 സീറ്റും കൂടെ ഒഴിവുണ്ട്. ഓക്കെ,
അതുകൂടാതെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പ്രമാണിച്ചുള്ള നമ്മുടെ സ്പെഷ്യൽ ക്രാഷ് കോഴ്സ് ബാച്ച് ജനുവരി 15 മുതൽ ആരംഭിക്കുകയാണ്. അതിൽ ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ബന്ധപ്പെടുക. രാത്രി 8 മണി മുതൽ 9 മണി വരെ ആയിരിക്കും ക്ലാസ്സുകൾ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഡിഗ്രി ലെവൽ പരീക്ഷയെ സംബന്ധിച്ചോളം നിങ്ങൾക്കറിയാം 2 ഘട്ടമായിട്ടാണ്. 2 ഘട്ടം മാത്രമല്ല, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് ഇൻ്റർവ്യൂവും കൂടെ ഉണ്ടാവും. അപ്പോൾ ഡിഗ്രി ലെവൽ നമ്മൾ സെക്രട്ടറി അസിസ്റ്റൻറ്റ് മാത്രമല്ല, ഡിഗ്രി യോഗ്യതയുള്ള എല്ലാ പോസ്റ്റുകളും അതിനകത്തേക്ക് വരും. അതിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് 2 മെയിൻ പരീക്ഷകളും ഒരു പ്രിലിമിനറി മെയിൻ പരീക്ഷ, പിന്നെ ഇൻ്റർവ്യൂ. മെയിൻ പരീക്ഷയിൽ 2 പേപ്പറുകളുണ്ടാകും. സെപ്പറേറ്റ് 100 മാർക്കിന് വെച്ചിട്ട് 2 പേപ്പറുകളുണ്ടാകും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് പ്രിലിമിനറി കടക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ക്രാഷ് കോഴ്സിൽ ചേരുന്നവർക്ക് തീർച്ചയായും പ്രിലിമിനറി കടക്കാനുള്ളൊരു വഴി ഞങ്ങൾ ഒരുക്കി തരുന്നതായിരിക്കും. ഓക്കെ. പ്രിലിമിനറി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ മെയിൻ പരീക്ഷയ്ക്കുള്ള ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കും. അതുമാത്രമല്ല, പ്രിലിമിനറി സിലബസിൽ ഏതാണ്ട് 60% പോർഷനും നമ്മുടെ മെയിൻ പരീക്ഷകളിലേക്ക് വരുന്നുണ്ട്. പിന്നെ ഒരു സെപ്പറേറ്റ് പേപ്പറുണ്ട്, അതും നമുക്ക് മെയിൻ പരീക്ഷയുടെ തയ്യാറെടുപ്പിനോടൊപ്പം തന്നെ ആരംഭിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ചേരാൻ താല്പര്യമുള്ളതുണ്ടെങ്കിൽ തയ്യാറെടുക്കുക. ഡിഗ്രി ലെവൽ പാടാണെന്ന് കരുതിയിട്ട് ആരും പഠിക്കാതിരിക്കരുത്. നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡിഗ്രി യോഗ്യത ഉള്ള ഒരാളെ സംബന്ധിച്ചോളം കിട്ടാവുന്നതിൽ വെച്ച് നല്ലൊരു പോസ്റ്റാണ്. ഓക്കെ. ഇവിടെ കേരളത്തിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റായിട്ട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. ഓക്കെ. അപ്പോൾ അല്പം ഒന്ന് മെനക്കെട്ട് പഠിച്ചാൽ മതി. പിന്നെ നമ്മുടെ കോഴ്സുകളെ സംബന്ധിച്ചോളം ഒട്ടും പ്രഷറില്ലാത്ത രീതിയിലാണ് നിങ്ങളെ പഠിപ്പിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മെൻറ്റർഷിപ്പ് സപ്പോർട്ട് ഉൾപ്പെടെ എന്ത് ചെയ്യും, നല്ല രീതിയിൽ നമ്മുടെ ഇവിടെ കിട്ടുന്നതായിരിക്കും. അവിടെ ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ബന്ധപ്പെടുക. ജനുവരി 15 മുതലാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ സ്പെഷ്യൽ ക്രാഷ് കോഴ്സുകൾ നമ്മൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റൻ്റ് വിളിച്ചിട്ടുണ്ട്. അത് BCom യോഗ്യത ഉള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അതിൻ്റെ ബാച്ചുകളും നമ്മൾ ഉടനെ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. അതിൻ്റെ ക്ലാസ്സുകളും അറേഞ്ച് ചെയ്തിരിക്കുന്നത് രാത്രി 8 മണി മുതൽ 9 മണി വരെയുള്ള സമയത്താണ്. ഓക്കെ. അപ്പോൾ ഈ 2 ബാച്ചിൽ ഏതാണോ നിങ്ങൾക്ക് താല്പര്യമുള്ള അതിൽ ചേരാം. പ്രത്യേകിച്ച് BComകാരെ സംബന്ധിച്ചോളം അവർക്ക് പഠിച്ച പോസ്റ്റിൽ തന്നെ നിയമനം നേടാൻ കിട്ടിയ ഒരവസരമാണ്. ഓക്കെ. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തുക. ഞങ്ങൾ BCom ബേസ് ചെയ്തിട്ടുള്ള ഒരു ബാച്ച് 2021-22 സമയങ്ങളിൽ നടത്തിയിട്ടുള്ളൂ. ആ ബാച്ചിൽ അന്ന് പഠിച്ച 16 പേരിൽ 13 പേരും റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഇപ്പോൾ രണ്ടാമതാണ് BCom ബേസ് ചെയ്തിട്ടുള്ളൊരു ബാച്ച് ഞങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. അപ്പം ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ബന്ധപ്പെടുക. ഓക്കെ. അപ്പോൾ നമുക്ക് മറ്റൊരു അധ്യായമായി വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. കറണ്ട് അഫയേഴ്സുകളും ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ ഇങ്ങനെ തയ്യാറാകുന്നുണ്ട്. അതൊക്കെ ഉടനെ തന്നെ ഇതിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്